Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ പയ്യന്നൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും പ്രവർത്തകർ തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദ പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും പ്രവർത്തകർ തങ്ങളുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. തുടർന്ന് വി ഡി സതീശന്റെ കൂറ്റൻ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തി. കെ ടി ഹരീഷ്, ആകാശ് ഭാസ്കരൻ, സി എച്ച് യാസീൻ, അക്കാളത്ത് രാജേഷ്, സനോജ് സി, മനുരാജ് എട്ടിക്കുളം, അനിൽകുമാർ, രാജേഷ് അന്നൂർ തുടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമിതനായ വി ഡി സതീശന് അഭിവാദ്യമർപ്പിച്ച് തൃക്കരിപ്പൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി UDF പ്രവർത്തകർ. UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ മഹിളാ പ്രവർത്തകർ ഉൾപ്പെടെ അണിനിരന്നു. വി ഡി സതീശനെ ദിവസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി നിയമിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും അദ്ദേഹത്തിന് അഭിവാദ്യമർപ്പിച്ചുമാണ് UDF പ്രവർത്തകർ തൃക്കരിപ്പൂരിൽ പ്രകടനം നടത്തിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ആഹ്ലാദ പ്രകടനത്തിന് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, AGC ബഷീർ, KV വിജയൻ, VK ബാബ, VV അബ്ദുള്ള ഹാജി, K ശ്രീധരൻ മാസ്റ്റർ, TP അഹമ്മദ് ഹാജി, M രജീഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന്റെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാലുമുള്ള സന്തോഷത്തിന്റെ ഭാഗമായി ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് ലഡു വിതരണം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ് നേതൃത്വം നൽകി. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന്റെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിലുമുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ ലഡു വിതരണം നടന്നു. അഭിഭാഷകരായ DK കുഞ്ഞിക്കണ്ണൻ, സജി TK, സുമേഷ് തോമസ്, സുധാകരൻ N, സന്തോഷ് കുമാർ KP തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിലാത്തറയിൽ പ്രകടനം നടത്തി. UDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത്. കേരള മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന വി ഡി സതീശനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിലാത്രയിൽ പ്രകടനം നടത്തി. UDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത്. പിലാത്ര കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. നജിബുദ്ദീൻ പിലാത്ര, K രാമദാസ്, വിജയൻ കുട്ടിനെഴുത്ത്, VV വിജയൻ, റാഫി M തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് സ്ഥാപനം അധികൃതർ പൂട്ടി സീൽ ചെയ്തു. നഗരസഭയുടെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചതിനാലാണ് സ്ഥാപനം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പൂട്ടിച്ചത്. പയ്യന്നൂരിൽ നഗരസഭയുടെ അനുമതിയില്ലാതെ പ്രവർത്തിച്ച സ്ഥാപനം അധികൃതർ പൂട്ടി സീൽ ചെയ്തു. പയ്യന്നൂർ നഗരസഭയിലെ PMC 19/1429 നമ്പർ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നടപടി. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വ്യാഴാഴ്ച രാവിലെ 9:45ഓടെയാണ് പയ്യന്നൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥാപനം പൂട്ടി സീൽ ചെയ്തത്. കഴിഞ്ഞ കുറച്ചുകാലങ്ങളായി നഗരസഭയുടെ യാതൊരുവിധ ലൈസൻസുമില്ലാതെയാണ് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് പ്രവർത്തിച്ചു വന്നിരുന്നത്.
കെട്ടിട ഉടമ ഇത് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി കഴിഞ്ഞ മെയ് 4-ന് പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പിലാക്കുകയായിരുന്നു അധികൃതർ. ക്ലീൻ സിറ്റി മാനേജറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ഈ സ്ഥാപനത്തിന് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം നോട്ടീസ് നടപടികളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ബിൽഡിംഗ് ഉടമസ്ഥ അനധികൃതമായി ഈ സ്ഥാപനത്തിന് ആവശ്യമായ ഭാഗം ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു പരാതി ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിട്ടുണ്ട്. ആ പരാതിയെ തുടർന്നും അത് കാണിച്ചുകൊണ്ട് ഈ സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതൊന്നും മുഖവിലക്കെടുക്കാതെ ഈ സ്ഥാപനം തുടർന്നും അനധികൃതമായി പ്രവർത്തിച്ചു വരികയാണ്. നാളിതുവരെയായി പല നിർദ്ദേശങ്ങൾക്കും വ്യക്തമായ മറുപടിയോ ലൈസൻസ് എടുക്കുകയോ ചെയ്യാതെയാണ് ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അനധികൃത സ്ഥാപനം കൂട്ടി സീൽ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറി ചുമതലപ്പെടുത്തിയത് പ്രകാരമാണ് ഇന്നിവിടെ വന്ന് ഈ സ്ഥാപനം ഡിപ്പാർട്ട്മെന്റലായി അടച്ചുപൂട്ടാൻ നടപടി സ്വീകരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ലൈസൻസ് ഇല്ലാതെയും നിയമപരമായ അനുമതികൾ ഇല്ലാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശന നടപടി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാരനെ അന്യായമായി മാറ്റിയതിൽ കേരള NGO യൂണിയൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റാണ് നടപടിയെടുത്തത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഓഫീസിലെ ജീവനക്കാരനെ അന്യായമായി മാറ്റിയതിൽ പ്രതിഷേധിച്ച് കേരള NGO യൂണിയൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റേതാണ് നടപടി. ഭരണാനുകൂല സംഘടനയായ NGO അസോസിയേഷൻ നേതാവ് എഴുതിക്കൊടുക്കുന്നതിനനുസരിച്ച് ഉടൻ തന്നെ ജീവനക്കാരനെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ച് ജീവനക്കാരനോട് സീറ്റ് മാറി പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. 1 വർഷത്തിന് താഴെ മാത്രമാണ് പ്രസ്തുത ജീവനക്കാരൻ ജോലി ചെയ്തു വരുന്നത്. എന്നാൽ ഈ നടപടി തികച്ചും നിരുത്തരവാദപരവും പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ളതും ആണെന്ന് കേരള NGO യൂണിയൻ അറിയിച്ചു. ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ആ ജീവനക്കാരെ തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി ഈ ജീവനക്കാരുടെ പ്രവർത്തനത്തെ, ജോലിയെ, അവരുടെ മാനസികമായിട്ടുള്ള ധൈര്യത്തെ അങ്ങ് ചോർത്തിക്കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന് നിന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാരെ സംബന്ധിച്ച് ആകില്ല എന്ന് തന്നെയാണ്. ചിലപ്പോ ഈ ഫയലെല്ലാം ഒപ്പിടുന്ന AAക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാകാം. ഒന്ന് ട്രാൻസ്ഫർ ആയി പോയാൽ കൊള്ളാലോ എന്നുള്ള മനസ്സിലാഗ്രഹം ഉണ്ടാകാം. അതിനെയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. സിബ ബാലൻ, PR ജിജേഷ്, PV സന്തോഷ്, K ഉണ്ണികൃഷ്ണൻ, രമ്യ MV, TV സന്തോഷ്, K ജയേഷ്, സുധ AV തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രിൻസിപ്പാളുമായി നടത്തിയ ചർച്ചയിൽ ആലോചനകൾ നടത്തിയ ശേഷം മാത്രമേ തീരുമാനം കൈക്കൊള്ളൂ എന്നും യൂണിയൻ നേതാക്കളെ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. MDMAയുമായി 18 വയസ്സുള്ള 2 യുവാക്കൾ തളിപ്പറമ്പ് എക്സൈസിന്റെ പിടിയിലായി. ചെറുക്കള സ്വദേശി ഹാൽ MP, തളിപ്പറമ്പ് ഞാറ്റുവയൽ സ്വദേശി അബ്ദുൾ ഹത്താഫ് C എന്നിവരാണ് പിടിയിലായത്. തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജോസഫ് ജെയുടെ നേതൃത്വത്തിലുള്ള രാത്രികാല പെട്രോളിംഗിനിടയിൽ തളിപ്പറമ്പ് എക്സൈസിന്റെ നിരീക്ഷണത്തിലുള്ള യുവാക്കളെ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് പരിശോധിച്ചതിൽ 66.224 ഗ്രാം MDMA കണ്ടെടുത്തു. ചെറുക്കള സ്വദേശി 18 വയസ്സുകാരൻ നിഹാൽ MP, തളിപ്പറമ്പ് ഞാറ്റുവയൽ സ്വദേശി 19 വയസ്സുള്ള അബ്ദുൾ ഫത്താഹ് C എന്നിവരാണ് പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അസീസ്, രാജീവൻ PK, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് മുഹമ്മദ് ഹാരിസ്, വിജിത്ത് TV, സിവിൽ എക്സൈസ് ഓഫീസർ കലേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രകാശൻ M എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തളിപ്പറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയ കുളങ്ങളല്ല, മറിച്ച് ചെറിയ പാത്രങ്ങളിൽ വിരിയുന്ന വർണ്ണവിസ്മയം കാണണമെങ്കിൽ കൊക്കാനിശ്ശേരിയിലെ നീതിയുടെ വീട്ടുമുറ്റത്തെത്തണം. പയ്യന്നൂർ കൊക്കാനിശ്ശേരി സ്വദേശിനിയായ നീതി തന്റെ വീടിനോട് ചേർന്നൊരുക്കിയ പൂന്തോട്ടം ഇന്ന് അപൂർവ ഇനം താമരകളുടെയും ആമ്പലുകളുടെയും കലവറയാണ്. ഒരു വീടിന്റെ മുറ്റം നിറയെ ആമ്പലും താമരയും. വെറുമൊരു കൗതുകത്തിന് ചെടി വളർത്തി തുടങ്ങിയ നീതി ഇന്നിപ്പോൾ ഒരു സംരംഭകയാണ്. വീട്ടുമുറ്റത്തൊരുക്കിയ ചെറിയ ബൗളുകളിൽ അപൂർവ ഇനം താമരയും ആമ്പലും ഉൾപ്പെടെ വളർത്തി ശ്രദ്ധേയയാവുകയാണ് നീതി.
വെറുമൊരു ഹോബിയായി ആരംഭിച്ച ഈ ശ്രമം ഇന്ന് 150-ലധികം ഇനങ്ങളുള്ള മനോഹരമായ ശേഖരമായി മാറിയിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന നിരവധി ഇനങ്ങളും നീതിയുടെ ശേഖരത്തിലുണ്ട്. ഓരോ ചെടിയുടെയും പരിപാലനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന നീതി കാലാവസ്ഥയനുസരിച്ച് വളപ്രയോഗവും ജലസംരക്ഷണവും കൃത്യമായി നടത്തുന്നു. ഓരോ പൂവും വിരിയുമ്പോഴും അത് നൽകുന്ന സന്തോഷമാണ് തന്റെ പ്രചോദനമെന്ന് നീതി പറയുന്നു. പലതരത്തിലുള്ള ഗാർഡനിങ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു താമരയും ആമ്പലും ഇത്രയും കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ താമരയും ആമ്പലും വളർത്താൻ എന്താണ് തോന്നിയത്? ആദ്യം കുറേ ചെടികളാണ് ഉണ്ടായിട്ടുണ്ടായത്. ചെടികളോട് മുമ്പേ ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിക്ക് ചെടികൾ നട്ട് വളർത്തി തുടങ്ങി. പിന്നെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് നമ്മളിങ്ങനെ അറിഞ്ഞു, ഫേസ്ബുക്ക് വഴിയും അങ്ങനെയെല്ലാം അറിഞ്ഞ സമയത്ത്. എന്നാൽ പിന്നെ അതും കൂടി നട്ട് നോക്കാമെന്നുള്ള രീതിയിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ വാങ്ങിച്ച് നട്ട് തുടങ്ങി. അപ്പോൾ പിന്നെ വെയിലൊക്കെ വരുന്ന സമയത്ത് താമര ആമ്പലും നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും പൂക്കളും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കത് നോക്കാൻ പരിപാലിക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ചെടികളെക്കാളും ഇതെനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് പിന്നെ ഓരോന്നൊക്കെ പൂക്കൾ കണ്ടു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി വാങ്ങിക്കാന്നുള്ള രീതിക്ക് അങ്ങനെ ഓരോന്ന് വാങ്ങി ഇപ്പോൾ ഒരുപാട് കളക്ഷനായി. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഗേറ്റ് മുതൽ വീട് വരെ ഇപ്പം ഒരുപാട് താമരയും ആമ്പലുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഇത്രയും വെറൈറ്റികൾ ഉണ്ടെന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയാലാണ് കാണാൻ മനസ്സിലാക്കുന്നത് സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റികളാണുള്ളത്? കൂടുതലിപ്പം ട്രോപ്പിക്കൽ വെറൈറ്റീസാണുള്ളത്. നമ്മൾ ആദ്യം വാങ്ങുന്ന സമയത്ത് ട്രോപ്പിക്കൽ എന്താണ്, സെമി ട്രോപ്പിക്കൽ, ഹാർഡി എന്താണെന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങുമ്പം കുറേ വെറൈറ്റീസൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ചിലതിൽ പൂക്കൾ കിട്ടാതിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നല്ല നല്ല വെറൈറ്റീസ് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ വാങ്ങി വെച്ച് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലുള്ളത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്. പിങ്ക് ക്ലൗഡ്, വൈറ്റ് പിയോണി, ശ്വേത, മയൂരി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഗ്രീൻ ആപ്പിൾ, ബട്ടർ മിൽക്ക്, അതിനൊക്കെ ട്യൂബർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നന്നായിട്ട് നമുക്ക് പൂക്കൾ കിട്ടുന്ന കുറേ വെറൈറ്റീസ് നോക്കിയിട്ട് നമ്മളിപ്പോൾ വാങ്ങിച്ചു വെച്ചു. അതുപോലെ തന്നെ ആമ്പലുകളും നമുക്ക് ഹാർഡി വെറൈറ്റി ഒന്നും ഇല്ല. എല്ലാം നല്ല ട്രോപ്പിക്കലായിട്ട് നമുക്ക് എപ്പോഴും പൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നല്ല വെറൈറ്റീസ് മാത്രം നമ്മൾ നോക്കി വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു ആമ്പലും താമരയും വളർത്തി തുടങ്ങിയത്. പിന്നെ ഒരു സംരംഭക എന്ന നിലയിൽ എങ്ങനെയാണ് എത്തിയത്? ആദ്യം ഇതൊന്നും വിചാരിച്ചിട്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടായത്. കുറേ വാങ്ങി വെച്ചു. നമ്മൾ പിന്നെ സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരായിട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അധികം ഫ്രീ ആയിട്ട് കുറേ ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ കുറേ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ പിന്നെ തോന്നി അതിൽ നിന്ന് കുറേ തൈകളൊക്കെ കിട്ടി. ഇപ്പോൾ താമരയുടെ ട്യൂബറായാലും എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറേ കിഴങ്ങുകൾ കിട്ടി. പിന്നെ എല്ലാം നമുക്ക് നട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പാത്രങ്ങളും ഒരുപാട് സ്ഥലവും വേണം. ഓരോന്നും ചിലപ്പം കൂടുതൽ കിഴങ്ങുകളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ നിന്നൊക്കെയാണ് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുവഴിയൊക്കെ ചെറുതായിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങി. ഇപ്പം നല്ല നല്ല വെറൈറ്റീസൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് കുറേ വാങ്ങി വയ്ക്കാൻ തുടങ്ങി. ഹോബിയായി തുടങ്ങിയ ഈ പ്രവർത്തനം പിന്നീട് ഒരു ചെറിയ സംരംഭമായും വളർന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ ചെടികൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിലൂടെ താനൊരു സംരംഭകയായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും നീതി പറയുന്നു. നീതിയുടെ ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് വിനയനും മക്കളായ ഗിയ മിത്രയും ഗിവ മെഹറും ഒപ്പമുണ്ട്. കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെ വീട്ടുമുറ്റം ഇന്ന് അപൂർവ താമരകളുടെയും ആമ്പലുകളുടെയും മനോഹര ലോകമായി മാറിയിരിക്കുകയാണ്. ആമ്പലിലും താമരയിലും ഇത്രയും വെറൈറ്റികൾ ഉണ്ടെന്നതിനും ഒരു വീട്ടമ്മ എങ്ങനെ ഒരു സംരംഭകയായിരുന്നതിനുമുള്ള നേർക്കാഴ്ചയാണ് ഇത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളിയതിന് 20,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് ചുടല അമ്മാനപ്പാറ റോഡിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയത് കണ്ടത്. പരിയാരം പഞ്ചായത്ത് പരിധിയിലെ ചുടല അമ്മാനപ്പാറ റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളിയ 4 പേർക്കെതിരെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടപടി സ്വീകരിച്ചു. ഓരോരുത്തരിൽ നിന്നും 5,000 രൂപ വീതമാണ് പിഴ ഈടാക്കിയത്. പയ്യന്നൂർ കേന്ദ്രീകരിച്ച് ആക്രി കച്ചവടം നടത്തുന്ന ബാലുശ്ശേരി സ്വദേശി കാർത്തിക്, കോഴിക്കോട് ചെറുകുളത്തൂർ സ്വദേശി മുനീർ റഹ്മാൻ, പ്രേംശങ്കർ, പരിയാരം സ്വദേശി ജംസൺ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. തുണികൾ, പ്ലാസ്റ്റിക് കവറുകൾ, ഹാർഡ് ബോർഡുകൾ, ബോക്സുകൾ, മദ്യക്കുപ്പികൾ എന്നിവ നിരവധി ചാക്കുകളിലായി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഇവയെല്ലാം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ കഴിയുന്നവയായിരുന്നു. മാലിന്യങ്ങളുടൻ നീക്കം ചെയ്യാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. തുടർ നടപടികൾക്കായി പരിയാരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം കൈമാറി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി, അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ സി കെ, ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി MV എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ.
വ്യാപാരി വ്യവസായി മാത്തിൽ യൂണിറ്റ് സമ്മേളനം മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് സമ്മേളനം മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മാത്തിൽ ടൗണിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് കെ.ഇ. പതാക ഉയർത്തി. യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ എ. സ്വാഗതം പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനം 293 സമ്മേളനങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി അതിൻ്റെ മേലെയുള്ള പഞ്ചായത്ത് കമ്മിറ്റികളും മുനിസിപ്പൽ കമ്മിറ്റികളും തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനത്തിലേക്ക് നമുക്ക് എത്തിക്കാനുള്ളത്. സംസ്ഥാന സമ്മേളനം ഇത്തവണ നവംബർ മാസം ലാസ്റ്റ് നടത്തും എന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. അതൊന്നുകിൽ മലപ്പുറം അല്ലെങ്കിൽ കോട്ടയം ജില്ല, അതേതോ ഒരു ജില്ല അത് പൂർത്തിയാക്കാനുള്ള തീരുമാനം. ജില്ലാ സമ്മേളനം ഇത്തവണ തലശ്ശേരി വെച്ച് നടത്താൻ വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ഏരിയ സമ്മേളനം അതുപോലെ തന്നെ ഇവിടെ തീരുമാനമെടുത്തിട്ടുണ്ട്. വിനോദ് കെ.ഇ. അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ എ. എ വി നാരായണൻ, ശോഭന വി വി, ധനഞ്ജയൻ, കബീർ കെ എ, ഹസീന കബീർ, ലിൻസി ജോസഫ്, കെ നാരായണൻ, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ തവിടിശ്ശേരി നോർത്തിലെ രഞ്ജിത്ത് നിഷ ദമ്പതികളുടെ മകൻ 5 വയസ്സുള്ള അദ്വികൃതാൻ കരൾ രോഗം പിടിപെട്ട് എറണാകുളത്ത് ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുള്ള കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ തവിടിശ്ശേരി നോർത്തിൽ താമസിക്കുന്ന വടക്കേ പരിയാരത്ത് രഞ്ജിത്ത് നിഷ പുരുഷോത്തമൻ ദമ്പതികളുടെ മകൻ 5 വയസ്സുകാരൻ അദ്വികൃതാൻ കരൾ രോഗത്തിന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ രക്തത്തിലെ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറഞ്ഞതിനാലും കരളിലെ കുമിള വളർച്ചകൾ കൂടിയതിനാലും കുട്ടിയുടെ ജീവൻ അപകടാവസ്ഥയിലാണ്. അദ്വികൃതാന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 വയസ്സു മുതലുള്ള ചികിത്സയ്ക്കായി കുടുംബം ഇതുവരെ ലക്ഷങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞു. ഈ നിർധന കുടുംബത്തിന് 50 ലക്ഷം രൂപ ചിലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തുക സ്വരൂപിക്കുവാനോ കണ്ടെത്തുവാനോ കഴിയുകയില്ല. ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്തുന്നതിന് പയ്യന്നൂർ മുൻ MLA ടി.ഐ. മധുസൂദനൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് എന്നിവർ രക്ഷാധികാരികളായും പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിത ചെയർമാനായും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമലാക്ഷൻ കൺവീനറായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ചികിത്സാ തുക സമാഹരിക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാതമംഗലം ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അദ്വികൃതാൻ എന്ന കുരുന്നിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി സുമനസുകൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാതമംഗലം ശാഖ അക്കൗണ്ട് നമ്പർ 4515727671, IFSC കോഡ് SBIN 007107 എന്ന അക്കൗണ്ട് നമ്പറിലോ 9846555794 എന്ന ഗൂഗിൾ പേ നമ്പറിലോ നൽകാവുന്നതാണ്. സുമനസുകൾ തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബമുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാജിക് ക്ലീൻ ആൻഡ് ഡ്രൈ പ്രീമിയം ലൈവ് ലോണ്ടറി പരിയാരത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രീമിയം ലോണ്ടറി സർവീസ് ശൃംഖലയായ മൈക്യൂൻ അൾട്രായുടെ 14ാമത്തെ ബ്രാൻഡിംഗ് ഔട്ട്ലെറ്റ് മാജിക് ക്ലീൻ ആൻഡ് ഡ്രൈ പ്രീമിയം ലൈവ് ലോണ്ടറി പരിയാരത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ആസ്ഥാനമായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന മൈക്യൂൻ അൾട്രാ കമ്പനിയുടെ പ്രതിനിധികളായ MD ജോസഫ് തോമസ്, ജനറൽ മാനേജർ ജൂബിൻ തോമസ്, ഔട്ട്ലെറ്റ് പ്രൊപ്പറേറ്റർ സ്റ്റാലിൻ റിച്ചാർഡ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മൈക്യൂൻ അൾട്രായുടെ പ്രധാന സർവീസുകളായ വാഷിംഗ് ആൻഡ് അയണിംഗ്, വാഷിംഗ് ആൻഡ് ഫോൾഡിംഗ്, സ്റ്റീം അയണിംഗ്, കർട്ടൻ ക്ലീനിംഗ്, ബ്ലാങ്കറ്റ് വാഷിംഗ്, ബെഡ്ഷീറ്റ് വാഷിംഗ്, ഷൂ വാഷിംഗ്, ഹെൽമെറ്റ് ടോയ്സ് ക്ലീനിംഗ് തുടങ്ങി എന്തും വളരെ വേഗത്തിൽ ഇമ്പോർട്ടഡ് മെഷീൻ ഉപയോഗിച്ച്
RO പ്യൂരിഫൈഡ് വെള്ളം ഉപയോഗിച്ച് കഴുകുകയും വളരെ വേഗത്തിൽ ഫ്രീ ഡെലിവറിയായി വീടുകളിൽ ഉപഭോക്താക്കളുടെ കൈകളിൽ സുരക്ഷിതമായി എത്തിക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മൈക്വീൻ അൾട്ര മാനേജ്മെന്റ് അറിയിച്ചു. മൈക്വീൻ അൾട്രയുടെ 14ാമത്തെ ഔട്ട്ലെറ്റ് കണ്ണൂർ പരിയാരത്ത് മെഡിക്കൽ കോളേജിന് സമീപം ഇന്ന് ആരംഭിക്കുകയാണ്. ആധുനിക കാലത്ത് ഡ്രൈ ക്ലീനിങ്, വാഷിംഗ്, അയണിങ്, ലോണ്ടറി കോൺസെപ്റ്റിനെ ലൈവ് ലോണ്ടറിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മൈക്വീൻ അൾട്ര കേരളമൊട്ടാകെ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പരിയാരത്ത് 14-ാം തീയതി മെയ് മാസം ഇവിടെ കണ്ണൂർ നമ്മുടെ സ്റ്റാലിൻ സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്കിവിടെ ലോണ്ടറി ഔട്ട്ലെറ്റ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. കസ്റ്റമേഴ്സിന് ലൈവായി തന്നെ സർവീസുകൾ കാണാൻ സാധിക്കും എന്നതാണ് മൈക്വീൻ അൾട്രയുടെ പ്രത്യേകതയെന്നും മാനേജ്മെന്റ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പൊതാവൂരിലെ കിഴക്കേപ്പുറത്ത് അള്ളോടന്റെ കുടുംബത്തിനാണ് ചീമേനി മുണ്ടിയക്കാൽ തെയ്യം കെട്ടാനുള്ള ജന്മാവകാശം. അനിൽ അള്ളോടനാണ് ഇപ്പോൾ കോലധാരി. പൊതാവൂരിലെ കിഴക്കേപ്പുറത്ത് അള്ളോടന്റെ കുടുംബത്തിനാണ് ചീമേനി മുണ്ടിയക്കാലിൽ തെയ്യം കെട്ടാനുള്ള ജന്മാവകാശം. അനിൽ അള്ളോടനാണ് ഇപ്പോൾ കോലധാരി. ചീമേനി വിഷ്ണുമൂർത്തിയുടെ ആദ്യ കോലക്കാരൻ അള്ളോടനായിരുന്നുവത്രേ. അനിൽ അള്ളോടൻ കോലധാരിയായിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണുമൂർത്തിയുടെ മുഖത്തെഴുത്തു കഴിഞ്ഞ് തലച്ചമയങ്ങൾ അണിഞ്ഞ് കൽപ്പടികൾ കയറി തെയ്യം വരികയായി. ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി അകമ്പടിക്കാർക്ക് പിന്നിലായി തെയ്യം എത്തുമ്പോൾ ഭക്തർ കൈകൂപ്പി നിൽക്കും. ദൈവക്കരുവായി മാറുന്ന കോലധാരിയുടെ പരിണാമം വലിയ ശിക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചീമേനി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചീമേനി മഹാക്ഷേത്രത്തിന് ഏകദേശം 52 വയസ്സായി 40 വർഷത്തോളമായി തെയ്യം കെട്ടാൻ തുടങ്ങി. ഇവിടെ പ്രധാനപ്പെട്ട ഈ അവസാനത്തെ ദിവസത്തെ വിഷ്ണുമൂർത്തി 28 വർഷത്തോളം കെട്ടാൻ്റെ ഒരു ഭാഗ്യമുണ്ടായി. ലക്ഷക്കണക്കിന് ഭക്തർക്ക് വിശ്വാസത്തിന്റെ പൊരുൾ പകരുന്നത് പുണ്യമായി കരുതാം. 2 പതിറ്റാണ്ടിലേറെയായി വിഷ്ണുമൂർത്തിയെ കെട്ടിയാടി ഭക്തർക്ക് ദർശനം നൽകി വരികയാണ് അനിൽ അള്ളോടൻ എന്ന കോലധാരി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ പ്രസാദമായി നൽകുന്ന അവിലും മലരും ഇളനീരും അടങ്ങിയ പ്രസാദം കേൾവി കേട്ടതും പ്രധാനവുമാണ്. പരമ്പരാഗതമായ രീതിയിലാണ് പ്രസാദം തയ്യാറാക്കുന്നത്. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ പ്രസാദമായി നൽകുന്ന അവിലും മലരും ഇളനീരും അടങ്ങിയ പ്രസാദം കേൾവി കേട്ടതും പ്രധാനവുമാണ്. പരമ്പരാഗതമായ രീതിയിലാണ് പ്രസാദം തയ്യാറാക്കുന്നത്. അടിയന്തര പ്രാർത്ഥനാ സമയത്താണ് ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകുന്നത്. ക്ഷേത്രത്തിന് സമീപം ഇതിനായി ഒരു പുര തന്നെയുണ്ട്. പ്രായമായ 2 സ്ത്രീകൾ ഇവിടെ ഇതിനായി പ്രയത്നിക്കുന്നു. വിറക് കൊണ്ടുള്ള തീയിൽ മൺചട്ടിയിലാണ് നെല്ല് ചൂടാക്കുന്നത്. പിന്നീട് ഉരലിൽ ഉലക്ക കൊണ്ട് കുത്തിയാണ് അവലും മലരും തയ്യാറാക്കുന്നത്. 76 വയസ്സുള്ള മീനാക്ഷി അമ്മയും 63 വയസ്സുള്ള കാർത്യായനി അമ്മയുമാണ് ഇപ്പോൾ പ്രസാദം തയ്യാറാക്കുന്നത്. ഇത് ഇളനീരും ചേർത്താണ് ഭക്തർക്ക് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചീമേനി വിഷ്ണുമൂർത്തിയുടെ ഭക്തിഗാനമൊരുക്കി ശ്രദ്ധേയരാവുകയാണ് കരിവെള്ളൂരിലെ മിഥുൻ കരിവെള്ളൂരും പ്രമോദ് ആണൂരും. സോഷ്യൽ മീഡിയയിലും മറ്റും ഇവരുടെ ഗാനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ചീമേനി മുണ്ടിയ ശ്രീ വിഷ്ണുമൂർത്തിയുടെ ഭക്തിഗാനമൊരുക്കി ശ്രദ്ധേയരാവുകയാണ് കരിവെള്ളൂരിലെ മിഥുൻ കരിവെള്ളൂരും പ്രമോദ് ആണൂരും. ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായാണ് ശ്രീമേനി വന്ദനം എന്ന ഭക്തിഗാനം ഒരുക്കിയത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഈ ഗാനം സോഷ്യൽ മീഡിയയിലും മറ്റും ശ്രദ്ധാകേന്ദ്രമാവുകയായിരുന്നു. ഉത്സവ നാളിൽ പുറത്തിറങ്ങിയ ഗാനം ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുകയും മികച്ച അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതോടെ ഇവരും ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. യുവ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ മിഥുൻ കരിവെള്ളൂരാണ് ഗാനം രചിച്ചത്. സംഗീത സംവിധായകൻ ജയചന്ദ്രൻ കാവന്താടിയുടെ സംഗീതത്തിൽ പ്രമോദ് ആണൂരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. വിനോദ് സാരംഗം ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചു. മധ്യമാവധി രാഗത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന് വേണ്ടി ശ്രീമേനി വന്ദനം എന്ന് പറയുന്നൊരു ഗാനം നമ്മൾ പുറത്തിറക്കിയത്. പ്രിയപ്പെട്ട സുഹൃത്ത് പ്രമോദ് ആണൂരാണ് പാട്ട് പാടിയത്. ജയേന്ദ്രൻ കാവന്താട അദ്ദേഹമാണ് സംഗീതം. ഒരുപാട് സിനിമകളിൽ സംഗീതം നൽകിയ അദ്ദേഹമാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഒരു ഉത്സവകാലത്ത് അത് പുറത്തിറങ്ങാൻ പറ്റിയതിലും. മലബാറിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കളിയാട്ടത്തിന് എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ചീമേനി മുണ്ടിയ. വരും നാളുകളിൽ എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ ഗാനം കേൾപ്പിക്കും.
ഉത്സവ നാളുകളിൽ തന്നെ തങ്ങളുടെ ഗാനം ഹിറ്റാവുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഇവർ പറയുന്നു. ഇനിയും നല്ല മനോഹരങ്ങളായ ഗാനങ്ങൾക്കായുള്ള ശ്രമത്തിലാണ് ഇരുവരും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് മാത്തിൽ IRPCക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി A. അനിൽകുമാർ കിറ്റ് കൈമാറി. കേരള വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി സെക്രട്ടറി A. അനിൽകുമാറിൽ നിന്ന് സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ കിറ്റുകൾ ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് KE വിനോദ് അധ്യക്ഷത വഹിച്ചു. അതിന്റെ ഭാഗമായി നമ്മുടെ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിലേക്ക് നമ്മൾ ഒരു ചെറിയ എന്തെങ്കിലും സംഭാവന ചെയ്യണം എന്നുള്ള ഒരാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ ഉള്ള അന്തേവാസികൾക്ക് ഒരു ചെറിയ സഹായം നമ്മളെ കഴിയുന്ന രീതിയിൽ സമ്മേളനത്തിന്റെ അബ്ദുൾ ഗഫൂർ കാരിയിൽ, നജ്മുദ്ദീൻ, ഹസീന കബീർ, VV ശോഭന, ജിൻസി ജോസഫ്, TK ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിനായി പുതുതായി നിർമ്മിച്ച വ്യാപാര ഭവൻ മെയ് 16-ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ 3ാമത് വ്യാപാര ഭവനാണ് മെയ് 16-ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ടൗണിൽ വില്ലേജ് ഓഫീസിന് മുൻവശത്ത് 150 പേർക്കിരിക്കാൻ സൗകര്യമുള്ള കോൺഫറൻസ് ഹാൾ, ഓഫീസ്, താഴത്തെ നിലയിൽ 4 മുറികൾ, മുകളിൽ 6 മുറികളും ഉൾക്കൊള്ളുന്ന ബഹുനില മന്ദിരമാണ് തുറക്കുന്നത്. മെയ് 16-ന് വൈകിട്ട് 4 മണിക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കും. യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിക്കും. സന്ദീപ് വാര്യർ MLA മുഖ്യാതിഥിയാകും. ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികളും വ്യാപാരി രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുക്കും. ജീവകാരുണ്യ പ്രവർത്തനത്തിലും സേവന മേഖലയിലും നിരവധി ഇടപെടലുകൾ നടത്തിവരുന്ന വ്യാപാരി സംഘടനയുടെ 3ാമത് വ്യാപാര ഭവനാണ് 1.5 കോടി രൂപ ചിലവിൽ പുതുതായി നിർമ്മിച്ചത്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, ജനറൽ സെക്രട്ടറി M. അബ്ദുൾ റഷീദ്, ട്രഷറർ EV ദിനേശൻ, വൈസ് പ്രസിഡന്റ് VP ഗോപാലകൃഷ്ണൻ, S. അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറിമാരായ AG നൂറുൽ അമീൻ, K. മുഹമ്മദ് ആരിഫ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാമ്പ്രത്ത് കുഞ്ഞങ്ങമ്മ ട്രസ്റ്റിന്റെ 10ാം വാർഷികവും കുടുംബസംഗമവും പെരുമ്പ റോട്ടറി മിഡ് ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത മോട്ടിവേഷൻ പ്രസംഗികൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പെരുമ്പ റോട്ടറി മിഡ് ടൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന കാമ്പ്രത്ത് കുഞ്ഞങ്ങമ്മ ട്രസ്റ്റ് 10ാം വാർഷികവും കുടുംബസംഗമവും മോട്ടിവേഷൻ പ്രസംഗികൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ബിജു കാമ്പ്രത്ത് അധ്യക്ഷത വഹിച്ചു. രാജു KU, രവീന്ദ്രൻ K, മനോഹരൻ K, വേണുഗോപാൽ, അഷിത പ്രസാദ്, അനിത K തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബാംഗങ്ങളെ അനുമോദിച്ചു. കുടുംബാംഗങ്ങളുടെ കായിക മത്സരങ്ങളും കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എടനാട് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശത്തിന് തുടക്കമായി. മെയ് 20 വരെയാണ് അഷ്ടബന്ധ നവീകരണ കലശം നടക്കുന്നത്. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.